നമസ്കാരം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നിസ്കരിക്കാൻ മുറി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടക്കത്തിൽ തന്നെ നിലപാട് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം പറയാം. കാര്യം വ്യക്തി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും നിലപാടിൽ ക്ലാരിറ്റി ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ആ നിലയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതുമായിക്കോട്ടെ, ആ സ്ഥാപനങ്ങൾക്കകത്ത് മതപരമായിട്ടുള്ള ആചാരങ്ങൾ നടത്തുന്നതിനും പരിപൂർണമായിട്ട് എതിരാണ് എൻ്റെ നിലപാട്. വ്യക്തിപരമായിട്ട് നമ്മൾ വിദ്യാഭ്യാസങ്ങളിൽ പോകുന്നത് അറിവ് സമ്പാദിക്കാനാണ്, അല്ലാതെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ പ്രാക്ടീസുകൾ നടത്താനല്ല. അത് ആതുരാലയങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വകാര്യതയാണ്. അത് പൊതുവിടങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ അവകാശമാണെന്നുള്ള നിലയ്ക്ക് അതിനുവേണ്ടി മുറവിളി ഉയർത്തുന്നതിനോട് എന്തായാലും ഒരു കണക്കിന് യോജിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അതിന് അവർക്ക് പ്രേരണ കൊടുക്കുന്ന പിന്തുണ കൊടുക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ നാട്ടിൽ പല കാരണങ്ങൾ പറഞ്ഞ് വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹമാണ് ഈ മുസ്ലിം വിഭാഗക്കാർ. അവർ വീണ്ടും വീണ്ടും ആ മതവിഭാഗത്തെ അല്ലെങ്കിൽ ആ മതത്തെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ആക്രമിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ അവരായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഉദാഹരണമാണ് വീണ്ടും ഈ കാണുന്നത്. കാര്യം മൂവാറ്റുപുഴ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാണ്. ആ കോളേജിൽ ഇങ്ങനെ ഒരു ആവശ്യം ഒരിക്കലും പരിഗണിക്കാൻ കഴിയില്ല. തൊട്ടടുത്തൊരു മോസ്ക് ഉണ്ട്, അവിടെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. എന്തായാലും കോളേജിൽ ഇതിനുള്ള സംവിധാനം ചെയ്യാൻ പറ്റില്ലെന്ന് അറിയിക്കുകയാണ്. ഞങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കടന്നു വന്നവരാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു മുസ്ലിം മാനേജ്മെന്റ് ആയിട്ടുള്ള, അതായത് അൽ ഉദ്ദുമാൻ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പഠിച്ചിട്ട് വന്ന ആളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു മിക്സഡ് സ്കൂളിൽ ഇങ്ങനെ ഒരു ആവശ്യം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോലും നടക്കുന്നതോ അങ്ങനെ ഒരു പ്രാക്ടീസ് നടക്കുന്നതായിട്ട് കണ്ടിട്ട് പോലുമില്ല. പുതിയ കാലഘട്ടത്തിൽ എവിടെയും എന്തിലും മതം കൊണ്ട് തിരികെ കയറ്റണം, അതുകൊണ്ട് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗക്കാരാണ് ഈ കുട്ടികളെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നതും ഇതിനു വേണ്ടി ഇറക്കിവിടുന്നതും. പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എന്ന പുരോഗമന വിദ്യാർത്ഥി സംഘടനയ്ക്ക് അതിൽ യാതൊരു പങ്കുമില്ല. ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയുമല്ല. പുരോഗമന കാര്യങ്ങളിൽ, അതായത് വിദ്യാലയങ്ങളിൽ മതപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന സംഘടനയല്ല അവരെന്ന് അവർ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോളേജ് മാനേജ്മെന്റും ഒപ്പം ഈ ക്രിസ്ത്യൻ കൗൺസിലിന്റെ ഒരു പ്രതികരണം കേൾക്കാനിടയായി. അതിൽ അവർ പറഞ്ഞ ഒരു വാചകത്തോടും പരിപൂർണമായി വിയോജിക്കുകയാണ്. അതായത് ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ തുടങ്ങി വെച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സംസ്കാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പരിപൂർണമായി അതിനോട് വിയോജിക്കുകയാണ്. കാര്യം ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ക്രിസ്ത്യൻ സംസ്കാരങ്ങൾ സംരക്ഷിക്കാനല്ല, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാനാണ്. അവിടെ ക്രിസ്ത്യൻ മത സംസ്കാരങ്ങൾ അത് സംരക്ഷിക്കാനോ അത് പ്രാക്ടീസ് ചെയ്യിക്കാനുള്ള ഇടങ്ങളല്ല എന്ന് അവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ വിഷയം അത് തീർത്തും അപലപനീയമാണ്. അതിനുവേണ്ടി ഉയർത്തിയ ആ ശബ്ദം രണ്ട് വിഷയങ്ങളെ ചേർത്ത് വായിക്കാനാണ് ഇഷ്ടം. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി. അതായത് അവിടെ ഈ സർജറിക്ക് വേണ്ടി കയറുന്നിടത്ത് ഈ മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുപോലെ കോളേജിലേക്ക് ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. ആ കത്ത് വലിയ വിവാദമാകുന്നുണ്ട്. വലിയ തോതിൽ അത് പ്രശ്നമായി പ്രതിഷേധമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. വലിയ രീതിയിൽ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുമ്പോൾ ഈ നാട്ടിൽ ആർക്കാണ് ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കുന്നത്? ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല ഈ ഡാമേജ് ഉണ്ടാക്കുന്നത്. ആ പ്രശ്നം ഉണ്ടാക്കുന്നവർ അവരുടെ സങ്കുചിത താല്പര്യങ്ങൾ ചിലയിടങ്ങളിൽ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാനോ കുത്തിത്തിരുകാനോ വേണ്ടിയാണ് ഇമാതിരിയുള്ള ഊളത്തരങ്ങൾ കാണിക്കുന്നത്. അതിലൂടെ ആക്രമിക്കപ്പെടുന്നത് ഈ മതത്തിൽ ജനിച്ചുപോയി ഈ മതം പ്രാക്ടീസ് ചെയ്യുന്ന, ഈ മതത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരും അതിന്റെ പേരിൽ വേട്ടയാടുന്നുണ്ടെന്ന് ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നവർ തിരിച്ചറിയണം. കാര്യം മതം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പ്രത്യേക ഇടങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, ആശുപത്രികളല്ല, അല്ലെങ്കിൽ മറ്റ് പൊതു ഇടങ്ങളല്ല. പൊതു ഇടങ്ങൾ നിങ്ങൾ പൊതു ഇടങ്ങളായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. അല്ലാതെ എല്ലായിടത്തും മതം പ്രാക്ടീസ് ചെയ്താലേ എന്റെ മതം പവിത്രമാകത്തുള്ളൂ എന്നോ ഞാൻ ഡയറക്റ്റ് സ്വർഗത്തിൽ പോകുന്നുള്ള ചിന്താഗതി ഉള്ളവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, അത് നിങ്ങളുടെ മാത്രം ചിന്താഗതിയാണ്. അത് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അനുവദിച്ചു തരണമെന്ന് പറയുന്നത് ഒരു കാലത്ത് നടക്കാത്ത കാര്യം തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങൾ വാശി പിടിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മതത്തെയാണ്. അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ സംഘപരിവാറുകാർ ഈ നാട്ടിൽ നടത്തുന്നത് കണ്ടോ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേ, ആ മതക്കാർക്ക് മാത്രം എല്ലാ കാര്യത്തിലും ഇതുപോലെ പ്രത്യേകമായിട്ട് ചില നിർബന്ധ ബുദ്ധികളും പിടിച്ചു വാങ്ങലും അല്ലെങ്കിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണെന്നുള്ള ഒരു പ്രചരണത്തിന് കൂടുതൽ ആക്കം കൂട്ടാൻ വേണ്ടി മാത്രമാണ് നിർമ്മല കോളേജിലെ ആ വിഷയം ഉപകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ രീതിയിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർ ആക്രമിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി ശക്തമായ ശബ്ദമുയർത്തുന്ന ഒരു വലിയ വിഭാഗം ഈ നാട്ടിലുള്ളപ്പോൾ ഇങ്ങനെയുള്ള വേലത്തരങ്ങൾ കാണിക്കുമ്പോൾ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? ഈ മതത്തിലുള്ള കുറേയേറെ പേരുണ്ടെന്നേ, അതിനെ തിരുത്താനായിട്ട് അതിനകത്തുള്ളവർ തന്നെ തയ്യാറാകണം. അത് ഏത് ഇമാമായിരുന്നാലും ഏത് ഉസ്താദായിരുന്നാലും ശരി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ
ഞങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിർബന്ധപൂർവ്വം ഇടം വേണമെന്നൊക്കെ പറയുന്നത് ഒരുതരം വിവരമില്ലായ്മയാണ്, തിരിച്ചറിവില്ലായ്മയാണ്. ഇനിയിപ്പോ ഇതിനെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഹിന്ദു ആചാരങ്ങൾ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആചാരങ്ങൾ നടത്തുന്നത് കാണിച്ചിട്ടൊക്കെ നീ ഇത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ അത് പരിപൂർണമായിട്ട് നിർത്തണമെന്നേ. ഏത് സ്ഥാപനങ്ങളിലായിരുന്നാലും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, ഇല്ലാതാക്കേണ്ടത് എന്നുള്ളതാണ് പൊതുനിലപാട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് SFI ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പരിപൂർണമായി അതിന്റെ നേതൃത്വത്തെ അഭിനന്ദിക്കുകയാണ്. അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ഉത്തരവാദിത്തമില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ വിഷയങ്ങൾക്ക് പിന്തുണ കൊടുക്കാനും SFI ഇറങ്ങി പുറപ്പെട്ടില്ല എന്നുള്ളത് ഒരു പുരോഗമന വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്ത പ്രവർത്തനം മാതൃകാപരമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് ലീഗിന്റെ MSF ആണ് ഇതിന് പിന്തുണ കൊടുത്തിരിക്കുന്നത്, MSFന്റെ നേതൃത്വത്തിലാണ് ഈ വൃത്തികേട് അവിടെ കാണിച്ചു എന്ന് അറിയുന്നു. അപ്പോ ലീഗിനും MSFനും ഒക്കെ ഏത് സ്ഥാപനത്തിൽ ചെന്നാലും അവർക്ക് ഈ മതം ഒരു വലിയ പ്രശ്നമാണ്. അവർ പഠിക്കാൻ വേണ്ടി പോകുന്നവരല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു വച്ചിരിക്കുന്നത് മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാനല്ല. അവിടെ പഠിപ്പിക്കുന്നത് മതത്തിന് പുറത്തുള്ള ഈ ലോകത്തിന്റെ വൈജ്ഞാനിക കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം സൃഷ്ടിക്കുക, അതിനെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അങ്ങനെയുള്ളവരെയൊക്കെ പ്രവേശിപ്പിക്കുന്നത് തന്നെ ഒരുതരം ഇതുപോലുള്ള അനാവശ്യ പ്രശ്നങ്ങൾക്ക് അവസരമുണ്ടാകുകയാണ്. കാര്യം ഈ റൈറ്റ് ടു പ്രാക്ടീസ് റിലീജിയസ് എന്ന് പറയുന്നത് എവിടെയും കയറി എനിക്ക് റിലീജിയൻ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി ചിലരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇത് ഏത് മതവിഭാഗക്കാർ, ക്രിസ്ത്യ വിഭാഗക്കാർ ചിലയിടങ്ങളിലൊക്കെ അവരുടേതായ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്. തെറ്റാണെന്നേ, 100% അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഏത് മതക്കാരായിരുന്നാലും അതെല്ലാം കുറയ്ക്കേണ്ടതുണ്ട്. കാര്യം വിദ്യാർത്ഥികൾ ആയിട്ട് ഓരോ കലാലയങ്ങളിലേക്ക് കടന്നു വരിക, കോളേജ് സ്കൂളുകളിലൊക്കെ വരുന്നത് മതപരമായ പ്രാക്ടീസിനല്ല. അവർക്ക് സയന്റിഫിക്കിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ പഠിക്കാനും ലോകത്തെക്കുറിച്ച് തിരിച്ചറിയാനുള്ള കാര്യങ്ങളും സാമൂഹികമായി എന്തൊക്കെ ഇടപെടലുകൾ അല്ലെങ്കിൽ ചിന്താഗതികൾ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാനാണ്. അതിനോടൊപ്പം ഈ മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ആ വാക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ഈ ലീഗിന്റെ ഈ MSFന്റെയും ഈ ഊളത്തരം കാണിക്കുന്നവരോട് പറയാനുള്ളത്, മതേതരത്വം എന്ന വാക്ക് നാവ് കൊണ്ട് മാത്രം പറയേണ്ടതല്ല, അത് പ്രവർത്തിക്കേണ്ട ഇടങ്ങളിൽ മര്യാദയ്ക്ക് പ്രവർത്തിച്ച് കാണിക്കേണ്ടതുണ്ട്. അല്ലാതെ എല്ലായിടത്തും കയറിയിട്ട് ഈ ആവശ്യത്തിന് മതേതരത്വം പറയും, അല്ലാതെ ബാക്കിയുള്ള എല്ലായിടത്തെല്ലാം മതം കൊണ്ടുവന്ന് കുത്തിത്തിരിക ഇറങ്ങുന്നവരടുത്ത് ഒരു കാര്യം, അതൊക്കെ അവനവന്റെ വീടുകളിലോ അല്ലെങ്കിൽ അവനവന്റെ രാഷ്ട്രീയ പാർട്ടികളിലോ അല്ലെങ്കിൽ അവനവന്റെ ഏതെങ്കിലും ഈ സ്വകാര്യമായിട്ടുള്ള ഇടങ്ങളിലൊക്കെ കൊണ്ടുവച്ചാൽ മതി. അത് എല്ലായിടത്തും കൊണ്ടുവന്ന് തിരികെ കയറ്റണമെന്ന് നിർബന്ധ ബുദ്ധി ഉള്ളവരോട് പറയാനുള്ളത്, അതെന്തായാലും തൽക്കാലം കേരളത്തിലേക്ക് അനുവദിച്ചു തരാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. ഈ നാട്ടിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ ഇടങ്ങളിലും മതം വേണമെന്നുള്ള ഇല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ഏതെങ്കിലും സുഡാപ്പികൾക്കൊക്കെ ചിന്തയുണ്ടെങ്കിൽ എവിടെയും കൊണ്ടുവന്ന് മതം തിരുങ്ങുന്നതാണ് മതേതരത്വം അല്ല. മതം ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം മതം മതി. അല്ലാതെ വിദ്യാലയങ്ങളിലോ ആശുപത്രികളിലോ ഒക്കെ എനിക്ക് മതം വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിപ്പോ ഏതെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണെന്നേ, ചെയ്യാൻ പാടില്ല, ഒരിക്കലുമില്ല. ഇവിടെ മനുഷ്യരെ മനുഷ്യരായിട്ട് തിരിച്ചറിയാനാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ എല്ലായിടത്തും എന്റെ മതം വളരണമെന്ന് ചിന്തിക്കുന്ന ഒരുതരം ഊളത്തരമാണ്. അത്തരം ഊളത്തരങ്ങൾ പറയുന്നവരെ ഒരംശം പോലും അംഗീകരിക്കേണ്ടതില്ല. ആ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട് ആ പ്രതിഷേധം ഉയർന്നതിനെ ഒരംശം പോലും ഈ പൊതു ഇടങ്ങളിലെ സമൂഹം അല്ലെങ്കിൽ ഈ നാടിന്റെ മതേതരത്വത്തെ കുറിച്ച് ചിന്തയുള്ളവർ പിന്തുണയ്ക്കരുതെന്ന് 100% പറഞ്ഞു വെക്കുകയാണ്.